ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫുഡ് തന്നെയാണെന്ന് തെളിയിച്ച ഒരു ദിവസമായിരുന്നു. ഫുഡിന് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്തത് ആക്ച്വലി നമ്മുടെ ജർമ്മനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ആ ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യണതിന് ഉപരി കുറെ പേര് വരുന്നത് മിഠായി വരാനായിരിക്കും. ഇപ്പൊ സംഭവം പിടികിട്ടി കാണുമല്ലേ? അതെ, ഇന്ന് ഞാൻ പോകുന്നത് കൊളോണിലെ കാർണിവൽ പരേഡ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഫ്രൈഡേ മുതൽ സെലിബ്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമ്മുടെ കൊളീഗ്സ് ഒക്കെ അങ്ങനത്തെ കോസ്റ്റ്യൂംസിലായിരുന്നു വന്നത്. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള പരേഡും അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള കാർണിവലും മൺഡേയിലായിരുന്നു. ഇത് ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി സെലിബ്രേഷൻ മാത്രമല്ല കേട്ടോ, റിലീജിയസ് ആയിട്ടും കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മളുടെ നോമ്പ് തുടങ്ങുന്നതിനുള്ള ലാസ്റ്റ് ബിഗ് സെലിബ്രേഷൻ ആയിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ബേസിക്കലി ഈ കാർണിവലിൽ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആഘോഷിക്കും, അത്ര തന്നെ. നല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട്. ഈ പ്രാവശ്യത്തെ കാർണിവൽ ആണെങ്കിലോ അത് മഴ കൊണ്ടുപോയെന്ന് തന്നെ പറയാം. ഞാനും എൻ്റെ ഫ്രണ്ട്സും ആക്ച്വലി കുറേ നേരം വെയിറ്റ് ചെയ്തു. ആ തണുപ്പത്തും മഴയത്തും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ആകെ കിട്ടിയത് എനിക്കൊരു വാൾനട്ട് മാത്രം. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ ആൾക്കാരുടെ എണ്ണവും കൂടി, അതുപോലെ കയ്യിലിരിക്കുന്ന കിറ്റിന്റെ എണ്ണവും കൂടി. ഇത്രയും മിഠായി കിട്ടുമെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ എനിക്ക് ഒരെണ്ണം പോലും കിട്ടിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കൊല്ലം എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ കാർണിവലിനെ പറ്റി. ഇത് തന്നെ ഞാൻ ചാറ്റ്ജിപിറ്റിനോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാ. ചാറ്റ്ജിപിറ്റി വരെ എന്നോട് പറഞ്ഞു, നിനക്ക് അറിയാതെയാണോ നീ പോയെന്ന്. അതുമാത്രമല്ല, എന്നെ ചാറ്റ്ജിപിറ്റി ഉപദേശിച്ചെന്നേ അടുത്ത കൊല്ലം പോവാൻ നേരത്തെ നല്ല കോസ്റ്റ്യൂം ഇട്ട് സ്വീറ്റ്സ് ത്രോ ചെയ്യണതിന് മുമ്പ് കമേലാന്ന് വെച്ചത് പറയാനും പിള്ളേരുടെ അടുത്ത് പോയി നിൽക്കാനുള്ള കുറെ ടിപ്സ് എനിക്ക് പറഞ്ഞു. കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അടുത്ത കൊല്ലം അപ്പൊ എന്തായാലും ഒരു ചാക്കോ ഒരു വലിയ സഞ്ചിയോ ഒക്കെ എടുത്തിട്ട് വരിക. കുറെ മിഠായി നമുക്ക് കൊണ്ടുപോകാം.